Hi students, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം. A convex lens of refractive index 1.5 has a focal length of 20 cm in air. Calculate the change in its focal length when immersed in water. വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുമ്പോൾ ഇതിന്റെ ഫോക്കൽ ലെങ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസ് ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് അല്ലെ, ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഇക്വേഷൻ എഴുതാം. 1/f is equal to n minus 1 into 2/r എന്നുള്ള ഇക്വേഷൻ എടുക്കാം അല്ലെ. റേഡിയസ് ഓഫ് കർവേച്ചർ R1 R2 ഒന്നും മാറ്റം വരില്ല എന്ത് നമ്മുടെ മീഡിയത്തിലേക്ക് വെച്ച് കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം അല്ലെ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 1/f എയറിലാണെങ്കിൽ 1/f എഫ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 20 സെന്റിമീറ്റർ ആണ്. 1/20 is equal to n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി കോൺവെക്സ് ലെൻസ് എത്രയാണ്? ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആണ് വരുന്നത്. അതുകൊണ്ട് n ആയിട്ട് തന്നെ എഴുതാം. ഡിവൈഡ് ബൈ എയർ വരുമ്പോൾ 1 അല്ലേ വരുള്ളൂ. ഓക്കെ, അപ്പൊ 1.5 മൈനസ് 1 ഇൻറ്റു 2/r എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് 0.5 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു എത്ര വരും? 2 ഡിവൈഡഡ് ബൈ r. 1.5 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0.5 ആണ്. 0.5 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ 1/2 ഇൻറ്റു 2/r is equal to 1/20 എന്ന് കിട്ടി. ഓക്കെ, 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ 1/r is equal to 1/20. അപ്പൊ r is equal to നമുക്ക് എത്രയെന്ന് എടുക്കാം? 20 എന്നുള്ള കേസ് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ എങ്ങോട്ട്? ഫോക്കൽ ലെങ്ത് വെൻ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? 1/f is equal to n minus 1 into 2 divided by r. 1/f എന്ന് പറയുമ്പോൾ എത്രയായിട്ട് വരാം? 1 അതാണ് കണ്ടുപിടിക്കേണ്ടത്, ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു n എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഏതാ വരിക? ഗ്ലാസ് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ആണ് വരുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് നമുക്ക് 1.5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എന്ത് എഴുതാം? 3/2 എന്ന് എടുക്കാം. ഡിവൈഡഡ് ബൈ 4/3 മൈനസ് 1 ഇൻറ്റു എത്ര വരും? 2/r. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 9/8 മൈനസ് 1 ഇൻറ്റു 2/r. ഓക്കെ, ഈക്വൽ ടു 1/f. ആറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 20 ആണെന്ന്. അപ്പൊ 1/f is equal to അല്ലെ, 1/f is equal to 9 minus 1 divided by 8. അപ്പൊ 1/8 into 2 divided by 20. ആറിന്റെ വാല്യൂ 20 ആണെന്ന് ആദ്യത്തെ കേസിൽ നിന്ന് കണ്ടുപിടിച്ചല്ലോ. ഓക്കെ, ഇനി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. അപ്പൊ എത്ര വരും? ഇങ്ങോട്ട് ക്യാൻസൽ ആയി. അപ്പൊ എത്ര? 4 ടൈംസ് വന്നു. ദാറ്റ്സ് ഈക്വൽ ടു 1 എത്ര വന്നു? 80 എന്ന് വന്നു. ഓക്കെ, 1/f is equal to 1/80 അല്ലെങ്കിൽ f is equal to നമുക്ക് എത്രയായിട്ട് എടുക്കാം? f is equal to 80 എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ ഫോക്കൽ ലെങ്ത് എത്രയായിരുന്നു തന്നിരുന്നത്? 20 ആണ് അല്ലെ. ഇനിഷ്യൽ ഫോക്കൽ ലെങ്ത് is equal to 20 ആണ്. ഇപ്പോഴത്തെ ഫോക്കൽ ലെങ്ത് എത്രയായിട്ട് വന്നിട്ടുണ്ട്? 80 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഇൻറ്റു എത്രയായിട്ട് വരും? ഇൻറ്റു 4 ആണ് എത്രയെന്ന് വരിക? ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. when lens is immersed in water its focal length increases. എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നത്? 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ അതിന് ആ പ്രോബ്ലത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് വീഡിയോയിൽ നമുക്ക് ഉണ്ട്. f water is equal to അല്ലെ, f water is equal to 4 ടൈംസ് f air ആണ്. ഓക്കെ, അപ്പൊ 4 ഇൻറ്റു അല്ലെ, ഇക്വേഷൻ നമുക്ക് നേരത്തെ പഠിച്ചെടുത്തെന്ന് അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കൊടുത്താൽ മതി. എഫ് വാട്ടർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 4 ടൈംസ് എത്ര വരും? എഫ് എയർ അല്ലെ. അപ്പൊ ഫോക്കൽ ലെങ്ത് ഇൻ എയർ. ഓക്കെ, അപ്പൊ 4 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 80 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഡയറക്റ്റ് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ ഈ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്ത് വരിക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A telescope has an objective of focal length 1.44 meter and eyepiece of focal length 0.06 meter. What is the separation between the objective and eyepiece? അല്ലെ,
ഒബ്ജക്റ്റീവിന്റെയും ഐ പീസിനും ഇടയിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് ആണ്, എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദി ടെലിസ്കോപ്പ് ട്യൂബ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് FOയും അറിയാം, FE അറിയാം. അപ്പൊ ലെങ്ത് ഓഫ് ദി ടെലിസ്കോപ്പ് ട്യൂബിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്, L = FO + FE അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എത്ര വരും? FO എന്ന് പറയുന്നത് 1.44 പ്ലസ് 0. അല്ലെ, FE തന്നിരിക്കുന്നത് 0.06 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വരും? 1.5 എന്ന് കിട്ടും അല്ലെ. 1.44 പ്ലസ് 0.06 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1.5. അത്രയും മീറ്റർ ആണ് നമുക്ക് എന്തെന്ന് പറയാം? നമ്മുടെ ലെങ്ത് ഓഫ് ദ ടെലിസ്കോപ്പ് ട്യൂബ് എന്ന് പറയാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി second question, prism shows in figure is designed to bend the rays 180 degree. 180 degree തിരിയുന്ന ഒരു prism ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ റേ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം അല്ലെ. എയിൽ നിന്ന് വരുന്ന റേസ് അല്ലെ, ഇവിടെ വെച്ച് റിഫ്രാക്ഷൻ നടക്കും. റിഫ്രാക്ഷൻ നടന്ന ഈ റേസ് എന്ത് ചെയ്യാണ്? ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്തു. ഓക്കെ, ബിയിൽ നിന്ന് വരുന്ന റേസ് റിഫ്രാക്ഷൻ നടന്ന് അത് ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്തു. ഓക്കെ, ഈ വരുന്ന റേസ് അല്ലെ, ഈ വരുന്ന റേസ് വീണ്ടും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന് ഇവിടെ എത്തി. ഇവിടുത്തെ റേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെ, ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നിട്ട് ഇവിടെ വെച്ച് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന് ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു വരുന്ന റേസിന് വീണ്ടും എന്ത് ചെയ്യാണ്? ഇവിടെ വെച്ച് റിഫ്രാക്ഷൻ നടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് ഇവിടെ വെച്ച് റിഫ്രാക്ഷൻ നടന്ന് പുറത്തേക്ക് ഇറങ്ങും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അറിയേണ്ട കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 180 ഡിഗ്രി തിരിഞ്ഞോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. അപ്പൊ ബി റേ അല്ലെ വന്നിരിക്കുന്നത് ഇവിടെയാണ്, മേളിലാണ്. അപ്പൊ ബിയുടെ എൻഡിലാണ് ഇവിടെ നമ്മൾ ഹെഡ് മാർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവിടെ ഹെഡ്, താഴെ അപ്പൊ എന്തായിരിക്കും? ടെയില്. ഓക്കെ, അപ്പൊ താഴെയിട്ട് ഇങ്ങനെ AB ആയിട്ട് ഇരുന്നത് അല്ലെ, നമുക്ക് ഇവിടെ എന്തായിട്ട് വരും? BA എന്നുള്ള കേസ് ആയിട്ട് വരും. ബി മേളില് അല്ലെ, BA. ഓക്കെ, അപ്പൊ 180 ഡിഗ്രി റേ എന്ത് ചെയ്തു? ബെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. 180 ഡിഗ്രി റിഫ്ലക്ഷൻ പ്രിസം എന്ന ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പ്രിസം പോലെ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്കെയില് വെച്ച് വരയ്ക്കുക. അപ്പൊ എന്തുവരും? വളവൊന്നും ഇല്ലാണ്ട് കറക്റ്റ് റേസ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an equilateral glass prism is placed on the horizontal surface. Area PQ is incident on it for minimum deviation. മിനിമം ഡീവിയേഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കും. അപ്പൊ നമ്മളോട് ഓപ്ഷൻസിൽ ചോദിക്കുക QR ഹൊറിസോണ്ടൽ ആവണോ, അതുപോലെ RS ഹൊറിസോണ്ടൽ ആവണോ, അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കാം നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കാം. അപ്പോ ഫോർ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ, മിനിമം ഡീവിയേഷൻ കണ്ടീഷനില് QR എന്ന് പറയുന്ന ഈ റേ അല്ലെ, ഈ റിഫ്രാക്ഷൻ നടന്ന ഫസ്റ്റ് ഫേസിൽ റിഫ്രാക്ഷൻ നടന്ന ചെല്ലുന്ന ഈ റേ ഓൾമോസ്റ്റ് എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടൽ ആയിട്ട് വരണം എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ എന്തായിരിക്കണം? ഫോർ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ, മിനിമം ഡീവിയേഷൻ എന്നുള്ള ഒരു കണ്ടീഷനില് QR ഓൾമോസ്റ്റ് എങ്ങനെയായിരിക്കണം? ഹൊറിസോണ്ടൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എഴുതേണ്ടത് QR എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എ തിക് ലെൻസ് പ്രൊഡ്യൂസ്ഡ് കളേർഡ് ഇമേജസ് ഡ്യൂ ടു. ഓക്കെ, കളേർഡ് ഇമേജ് ഉണ്ടാവാൻ കാരണം എന്താ? തിക് ലെൻസിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഡിസ്പേർഷൻ നടക്കും അല്ലെ, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ഇൻ ടു 7 കോമ്പോണന്റ് കളേഴ്സ്. അപ്പൊ അതുകൊണ്ടാണ് എന്തുവരും? വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ 7 കോമ്പോണന്റ് കളേഴ്സ്. അപ്പൊ ഏത് ലൈറ്റ് ആണെങ്കിലും അതിന്റെ എന്തുവരും? കളേഴ്സ് ആയിട്ട്, കോമ്പോണന്റ് കളേഴ്സ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഡിസ്പേർഷൻ കൊണ്ടാണ് അല്ലെ, ഡിസ്പേർഷൻ കൊണ്ടാണ് എന്ത് സംഭവിക്കുക? കളേർഡ് ഇമേജ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇൻ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ദ നേച്ചർ ഓഫ് ദ ഇന്റർമീഡിയറ്റ് ഇമേജ്. ഓക്കെ, നമ്മൾ പഠിച്ചപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. ഇന്റർമീഡിയറ്റ് ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, മാഗ്നിഫൈഡ് ആണ് അല്ലെ. അപ്പോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഇന്റർമീഡിയറ്റ് ഇമേജ് റിയൽ. ഓക്കെ, റിയൽ, ഇൻവേർട്ടഡ് ആണ്, അതുപോലെ തന്നെ മാഗ്നിഫൈഡ്. ഓക്കെ,
ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ഡയമണ്ട് ഈസ് 30 ഡിഗ്രി. വാട്ട് ഈസ് ഇറ്റ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിട്ടിക്കൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എടുക്കാം n=1/sin c. അല്ലെങ്കിൽ എന്തെടുക്കാം, നമുക്ക് ഒരു ഡയമണ്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ ഡയമണ്ടിൽ നിന്ന് ലൈറ്റ് എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോവുകയാണ് അല്ലെ. അപ്പോ ലൈറ്റ് ഡയമണ്ടിൽ നിന്ന് എന്ത് ചെയ്യാണ്, പുറത്തേക്ക്. ഓക്കെ, അപ്പൊ സെക്കൻഡ് മീഡിയം എയർ, ഫസ്റ്റ് മീഡിയം ഡയമണ്ട് എന്നിങ്ങനെയുള്ള കേസ് എടുത്താലും മതി. അല്ലെങ്കിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോ ഇവിടെ സെക്കൻഡ് മീഡിയം എയർ, അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഇസ് ഈക്വൽ ടു സൈൻ ഐ. സൈൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin 30 അല്ലെ. sin 30 ക്രിട്ടിക്കൽ ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ sin c എന്ന് നമുക്ക് എഴുതാം. sin c ഡിവൈഡഡ് ബൈ sin 90 അല്ലെ. ക്രിട്ടിക്കൽ ആംഗിളിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു sin 30. ഓക്കെ, sin 30 is equal to 1/2 അല്ലെ. 1/2 ആണ് sin 30 എന്ന് പറയുന്നത്. NA റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1 ആണ്. 1 ഡിവൈഡ് ബൈ ND is equal to 1/2 എന്ന് നമുക്കിപ്പോ കിട്ടി. ഓക്കെ, അപ്പൊ ND is equal to എത്രയായിരിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് is equal to 2. ഓക്കെ, അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ടിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 2 എന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ n=1/sin c എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ള ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A thin convex lens of focal length 5 cm is used in a simple microscope by a person with a normal near point is 25 cm. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ കേസ് ആണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി. ഓക്കെ, വാട്ട് ഈസ് ദ മാഗ്നിഫൈയിങ് പവർ ഓഫ് ദ മൈക്രോസ്കോപ്പ്? മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫൈയിങ് പവർ ആണ് അറിയേണ്ടത്. നമുക്കറിയാം ഇക്വേഷൻ m is equal to 1 plus d by f അല്ലെ. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ കേസ് ആണ്. അപ്പൊ 1 പ്ലസ് നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ d തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 25 അല്ലെ. 25 ഡിവൈഡ് ബൈ f, ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 5 ആണെന്ന്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് അല്ലെ 25ലേക്ക് 5 ടൈംസ്. അപ്പൊ 1 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 6. അപ്പൊ മാഗ്നിഫൈയിങ് പവർ എത്രയാണ്, അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, 6 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കാം. ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അറ്റ് ദ സ്പെറിക്കൽ സർഫസ്. ഓക്കെ, നമുക്ക് സ്പെറിക്കൽ സർഫസ് ആണ് തന്നിട്ടുള്ളത്. സ്പെറിക്കൽ സർഫസിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. The first medium be air and the second medium be glass of refractive index 1.5. അപ്പോൾ first medium തന്നിട്ടുണ്ട്, second medium തന്നിട്ടുണ്ട്. The radius of curvature of the spherical surface is 20 cm. An object is placed at a distance in air 100 cm from the glass. അല്ലെ, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് 100 cm ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് അല്ലെ. ഇമേജ് പൊസിഷൻ ആണ് V ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ U നമുക്ക് തന്നിട്ടുണ്ട്, U is equal to 100 ആണ്. അത് എയറിലാണ്. അപ്പൊ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിട്ട് വരും, 1 ആയിട്ട് എടുക്കാം. അപ്പൊ സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് ഗ്ലാസ് ആണ്, 1.5 എന്ന് തന്നിട്ടുണ്ട്. V ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ is equal to 20 അല്ലെ. അപ്പൊ നമുക്ക് സ്പെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കിയാലോ അല്ലെ. ഇമേജ് മീഡിയം എന്ന് പറഞ്ഞാൽ n2 ബൈ ഇമേജ് ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ v മൈനസ് ഒബ്ജക്ട് മീഡിയം n1 ഡിവൈഡഡ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇമേജ് മീഡിയം മൈനസ് ഒബ്ജക്ട് മീഡിയം ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n2ന്റെ വാല്യൂ 1.5 ഉണ്ട്, ഡിവൈഡഡ് ബൈ v എന്ന് പറയുമ്പോഴത്തേക്കും അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡിവൈഡ് ബൈ മൈനസ് n1 എന്ന് പറയുന്ന 1 ആണ്, ഡിവൈഡഡ് ബൈ u എന്ന് പറയുന്ന 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 100 ഈക്വൽ ടു n2 മൈനസ് n1. n2 എന്ന് പറഞ്ഞാൽ 1.5 minus 1 divided by r is equal to 20. Okay ആണല്ലോ. അപ്പോൾ 1.5 divided by v minus 1 by 100 equal to നമുക്ക് എഴുതാം 0.5 divided by 20 എന്ന് എഴുതാം.
ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച്മെന്റ് കൊടുക്കാം. അപ്പൊ 1.5 ഡിവൈഡഡ് ബൈ വി ഈക്വൽ ടു, ഓക്കെ. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം നമ്മൾ വിട്ടുപോയി. യു എഴുതിയപ്പോ യു ഇസ് ഈക്വൽ ടു 100 ആണോ -100 ആണോ കൊടുക്കേണ്ടത്, അല്ലെ? സ്പെറിക്കൽ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ സ്പെറിക്കൽ സർഫസില് നമുക്ക് അറിയാവുന്ന കേസ് ആണ്, അല്ലെ? റേ യു എന്ന് പറയുന്നത് എന്താണ്? യു എന്ന് പറയുന്ന ഇൻസിഡന്റ് റേക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അവിടെ എന്ത് വരും? ഒരു നെഗറ്റീവ് സൈനും കൂടെ വരും. അപ്പൊ മൈനസ് ഓഫ് മൈനസ് എപ്പോഴും എന്തായിട്ട് എഴുതണം? പ്ലസ് ആയിട്ട് എഴുതണം. എപ്പോഴും നമ്മൾ മറന്നു പോവാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാം. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. അത് അടുത്ത സൈഡിലേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. അപ്പൊ 0.5 ഡിവൈഡഡ് ബൈ 100, 0.5 ഡിവൈഡഡ് ബൈ 20, അല്ലെ? 0.5 ഡിവൈഡ് ബൈ 20 മൈനസ് 1/100 എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോ അതിന് വേണ്ടിയിട്ട്, അല്ലെ, ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 വെച്ച് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് 2.5 മൈനസ് 1 ഡിവൈഡഡ് ബൈ 100, അല്ലെ? 20 into 5 100 വരും. ഇത് 100 ആണ്. അപ്പോ 2.5 മൈനസ് 1 ഡിവൈഡ് ബൈ 100 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് 1.5, അല്ലെ? ദാറ്റ്സ് ഈക്വൽ ടു 1.5 ഡിവൈഡഡ് ബൈ 100. അപ്പോ 1.5 ഡിവൈഡ് ബൈ വി ഈസ് ഈക്വൽ ടു 1.5 ഡിവൈഡ് ബൈ 100 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? വി ഈസ് ഈക്വൽ ടു 100 ആണെന്ന് എഴുതാം. അപ്പൊ വി ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് എഴുതാം? 1 മീറ്റർ എന്നും എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പൊ 1 മീറ്റർ അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞു വെക്കാം. ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാവുന്ന കേസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Using the data given below, state which of the given lengths will you prefer to use as? Okay, നമുക്ക് ഈ ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതാണ് നമ്മൾ പ്രിഫർ ചെയ്യണേന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് നോക്കാം. An eyepiece lens and objective lens, അല്ലെ? ഏതിന്റെ കേസില്? ടെലിസ്കോപ്പിന്റെ കേസില്. ടു കൺസ്ട്രക്ട് എ ടെലിസ്കോപ്പ്. ഒരു ടെലിസ്കോപ്പ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഐ പീസും ഒബ്ജക്റ്റീവ് ലെൻസും ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം എന്തുവരും ഒരു ടെലിസ്കോപ്പിന്റെ കേസില്, ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പിന്റെ കേസില് നമുക്ക് ഏതാ വരിക? ഒബ്ജക്റ്റീവ് എങ്ങനെയായിരിക്കും? ലാർജ് അപ്പർച്ചർ ഉള്ളതും അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് കൂടിയതുമായിരിക്കണം. ഐ പീസ് ലെൻസ് എന്ന് പറയുന്ന വളരെ ചെറുതായിട്ടുള്ള ഫോക്കൽ ലെങ്ത് ഉള്ളതും, അല്ലെ? ഫോക്കൽ ലെങ്ത് കുറഞ്ഞതായിരിക്കണം. അതുപോലെ തന്നെ അപ്പർച്ചർ ഒക്കെ കുറവായിരിക്കണം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റീവ് ലെൻസ് എടുക്കുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് കൂടുതലാവണം. ഫോക്കൽ ലെങ്ത് കൂടുതലാണെങ്കിൽ പവർ ഏറ്റവും കുറവായിരിക്കണം, അല്ലെ? അപ്പൊ പവർ ഇവിടെ എന്തുവരും? ഏറ്റവും കുറവ് ആർക്കാണ്? L1-നാണ്. L1 1 ഡയോപ്റ്ററേ ഉള്ളൂ. ഓക്കെ, പവറും ഫോക്കൽ ലെങ്തും തമ്മിൽ നമുക്കറിയാം പവർ ഇസ് ഈക്വൽ ടു 1/f. ഓക്കെ, പവർ ഏറ്റവും കുറവുള്ളതിന് ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഏറ്റവും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഫോക്കൽ ലെങ്ത് കൂടിയ ലെൻസ് ഏതാണ്? L1 ആണ്. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ് ലെൻസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് സെയിം ടൈം നമുക്ക് കൺസിഡർ ചെയ്യുന്നതാണ് അപ്പർച്ചർ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഇവിടെ അപ്പർച്ചർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് അപ്പർച്ചർ ഏറ്റവും കൂടുതൽ? 0.1 മീറ്റർ ആണ്, അല്ലെ? അപ്പൊ L1 എന്തുകൊണ്ട് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാം? ഒബ്ജക്റ്റീവ് ലെൻസ് ആയിട്ട് പ്രിഫർ ചെയ്യാം. അപ്പൊ ഒബ്ജക്റ്റീവ് ലെൻസ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? L1 ആണ്. കാരണം അതിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതലാണ്, അല്ലെ? ഫോക്കൽ ലെങ്ത് കൂടുതലാണ്. അതുപോലെ തന്നെ അപ്പർച്ചറും എങ്ങനെയായിരിക്കും? കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഐ പീസ്. ഐ പീസ് ലെങ്ത്തിന്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കണം. ഫോക്കൽ ലെങ്ത് കുറവായിരിക്കണമെങ്കിൽ പവർ ഏറ്റവും മാക്സിമം ആയിരിക്കണം. അപ്പൊ പവർ മാക്സിമം വരുന്നത് ആർക്കാണ്? 20 ഡയോപ്റ്റർ, അല്ലെ? അപ്പോ പവർ കൂടുതലുള്ളതിന്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. അപ്പൊ L4 നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതാണ് ഏത്? അപ്പർച്ചർ. അപ്പർച്ചർ എങ്ങനെയായിരിക്കണം? കുറവ്, അല്ലെ? ഇത് രണ്ടും ഒരേ ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പവറും കൂടെ കൺസിഡർ ചെയ്തിട്ടേ നമ്മൾ പറയുള്ളൂ. അപ്പൊ ഏതേ വരുള്ളൂ? L4 ആണ്. L4ന്റെ പവർ, അല്ലെ? L4ന്റെ കേസിൽ പവർ എങ്ങനെയാണ്? കൂടുതലാണ്. അപ്പൊ ഫോക്കൽ ലെങ്ത് കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതേ യൂസ് ചെയ്യുള്ളൂ? L4 ആണ് ഐ പീസ് ലെൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. അപ്പൊ ഒന്ന് ഓർത്തിരുന്ന് പഠിക്കാം. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതലും ഐ പീസ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കണം? കുറവുമായിരിക്കണം എന്നുള്ള കേസ് നന്നായി മനസ്സിലാക്കി പഠിക്കാം. I think these questions are clear for you. If you like this video,
please subscribe and enable the bell button. Thank you.